സാരംഗ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സംസാരിച്ചു അവിടെ കടൽക്ഷോഭത്തെക്കുറിച്ചും മഴ ഉണ്ടാക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചുമൊക്കെ. ഇന്ന് എങ്ങനെയാണ്? ശക്തമായ മഴയുണ്ടോ, വെള്ളക്കെട്ടോ മറ്റോ ദുരിതങ്ങളായി രേഖപ്പെടുത്തുന്നുണ്ടോ ഇന്ന്? മോത്തി, മുൻ ദിവസങ്ങളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ആശ്വാസത്തിൻ്റെ ഒരു ദിവസമാണെന്ന് നമ്മൾക്ക് പൊതുവെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്, തയ്യേനിയിലെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി കാര്യങ്കോട് പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകിയതിൻ്റെ ഭാഗമായി ചെറുവത്തൂർ നീലേശ്വരം പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു വെള്ളക്കെട്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ ഇറങ്ങിപ്പോയിരിക്കുന്നു. ആളുകൾ വീട് ശുചീകരിക്കുന്ന തിരക്കിലേക്കൊക്കെ തന്നെ മാറിയിരിക്കുകയാണ്. എന്തായാലും ആ ഒരു സാധാരണ ഗതിയിലേക്ക് തന്നെ കാര്യങ്കോട് പുഴയുടെ ഇരുകരകളും മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പോൾ ഉള്ളത് ചന്ദ്രഗിരി പുഴയുടെ കരയിലാണ്. മലയോരത്തോട് ഒഴുകുന്ന ചൈത്രവാഹിനി പുഴയും പയസ്വിനി പുഴയും അടക്കമുള്ള പ്രധാനപ്പെട്ട പുഴകളൊക്കെ തന്നെ ഒഴുകിച്ചേരുന്നത് ചന്ദ്രഗിരി പുഴയിലേക്കാണ്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ എന്നത് വലിയ തടികളടക്കം പുഴയിലൂടെ ഒഴുകി വരുന്ന അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു. എന്നാൽ ഇപ്പോൾ താരതമ്യേന പുഴ സാധാരണ രീതിയിലേക്കുള്ള ഒഴുക്ക് വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കരകവിഞ്ഞൊഴുകും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി സാധാരണ രീതിയിലുള്ള ഒരു ഒഴുക്കിലേക്ക് തന്നെയാണ് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാസർഗോഡ് നഗരത്തിൽ ഇന്ന് നേരിയ രീതിയിലുള്ളൊരു മഴ അല്പസമയം മുൻപ് മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ വലിയ രീതിയിലുള്ളൊരു പ്രയാസമൊന്നും തന്നെ ഇവിടെയില്ല. കടൽക്ഷോഭത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാവുംകോടിയിലും അതോടൊപ്പം തന്നെ ഉപ്പളയിലും സ്ഥിതിക്ക് മാറ്റമൊന്നും തന്നെയില്ല. കാവുംകോടിയിൽ ഇനി തകരാൻ റോഡൊന്നുമില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇനി അവിടെ ആളുകളൊക്കെ തന്നെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി ആളുകളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളും വീടുകളും മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ ഉപ്പള ശാരദാ നഗറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇനിയും 3 വീടുകൾ അപകടാവസ്ഥയിലാണ്. അധികൃതരുടെ കൃത്യമായ ഇടപെടൽ അവിടെ വേണ്ടിയിരിക്കുന്നു. ഇന്നലെ അടക്കം നമ്മൾ മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ കൃത്യമായ രീതിയിൽ അവിടെ നിന്ന് വാർത്ത നൽകി ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്കും അധികൃതർക്ക് മുൻപിലേക്ക് അടക്കം എത്തിച്ചിട്ട് പോലും ആ രീതിയിലുള്ളൊരു ജാഗ്രത പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നോ റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്നോ ഉടൻ തന്നെ ഇടപെടൽ നടത്തുമെന്ന് തന്നെ നമ്മൾ കരുതുകയാണ്. വിശ്വാസം രക്ഷിക്കട്ടെ എന്നാണല്ലോ, അങ്ങനെ നല്ലതുണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. സാരംഗ് സുരേഷാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറത്ത് നിന്നും അരുൺ അമൃതനാഥ് കൂടിയുണ്ട് നമുക്കൊപ്പം. അരുൺ, മലപ്പുറത്ത് എന്താണ് സ്ഥിതി? മോത്തി, ഗുഡ് മോർണിംഗ്. മലപ്പുറത്ത് നിലവിൽ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് ശക്തമായ മഴയല്ല, പക്ഷേ ഈ ചാറ്റൽ മഴ എന്ന രീതിയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിലവിൽ എവിടെയും മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ നമ്മളുണ്ടായ കൂട്ടിലങ്ങാടി എന്ന് പറയുന്ന ചെറുപുഴ പാലമാണ്. ഇന്നലെ ഈ ദൃശ്യങ്ങളിലൊക്കെ ഈ പാലം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മളെത്തുമ്പോൾ ഇവിടെ ആകെ ഇത്തരത്തിൽ പാലത്തിൻ്റെ കൈവരിയും കടന്ന് പുഴ ഇത്തരത്തിൽ കരകവിഞ്ഞ് ഒഴുകിയിരുന്നു. ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ആശ്വാസമൊക്കെ തന്നെ നാട്ടുകാർക്കുണ്ട്. ഇന്നലത്തേക്കാൾ വെള്ളം കുറഞ്ഞിട്ടുണ്ടല്ലേ? ഒരാളെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. എന്നാലും മഴ രാത്രി ഇങ്ങനെ തന്നെ തുടരുന്ന ഒരു മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടാൻ സാധ്യതയുണ്ട്. അതായത് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ, ഈ അടുത്തൊന്നും ഇല്ലാത്ത വിധത്തിലായിരുന്നു ഇന്നലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ മഴ കുറഞ്ഞോടുകൂടി 18 കൂടുതലുണ്ടായിരുന്നോ? 2018 ഏറ്റവും കൂടുതൽ വെള്ളം കൊടുത്തത്. 19 കുറച്ച് കുറവായി. ഇന്നിപ്പോൾ താരതമ്യേന കുറഞ്ഞിട്ടുണ്ടല്ലേ? കുറഞ്ഞിട്ടുണ്ട്. 2018 മേലെ അങ്ങാടി ഉണ്ടല്ലോ, അത് വരെ വന്നിരുന്നു. അതെ, ഈ പാലത്തിൽ ഇന്നലെ മുട്ടോളം വെള്ളത്തിലായിരുന്നു നമ്മളൊക്കെ നിന്നിരുന്നത്. ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ ആകെ നോക്കിയാൽ നിലമ്പൂർ പോലുള്ള മലയോര മേഖലയിൽ ജാഗ്രത തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും മഴ കനക്കുമ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള നിർദ്ദേശമുണ്ട്. നിലവിൽ എവിടെയും മഴക്കെടുതികളില്ല. മലപ്പുറത്ത് പ്രധാനമായും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായത് മണ്ണിടിച്ചിലായിരുന്നു. ഈ നഗരമേഖലകളിലായിരുന്നു ആ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നഗരമേഖലകളിൽ അതിനനുസരിച്ച് ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജില്ലയിലാകെ തന്നെ ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പൊന്നാനിയിലെ തീരദേശ മേഖലയിൽ നിന്നൊക്കെ ആളുകളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. 3 വീടുകളൊക്കെ കടലെടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ മലയോര. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത് മലപ്പുറത്തു നിന്നും. അവിടെയും അല്ലറ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അക്കാര്യങ്ങളാണ് വിശദമായി പങ്കുവച്ചത്.